ഇപ്പോൾ ടി സിദ്ദിഖ് എം.എൽ.എ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ചതിച്ചിട്ടില്ല, ചതിക്കാൻ വേണ്ടി ആലോചിച്ചിട്ടില്ല, അങ്ങനെ ഒരു ധാരണ പരത്തുന്നത് ഉചിതമല്ല. പാർട്ടി ആ കുടുംബത്തിന്റെ കൂടെ വളരെ കൃത്യമായി നിലപാട് സ്വീകരിച്ച് എല്ലാ കാര്യത്തിലും, ഹോസ്പിറ്റലായ സമയത്ത് മറ്റുള്ള കാര്യത്തിൽ ഇതൊന്നും പറയാൻ വിചാരിച്ചല്ല. ഞാൻ നിങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞു, ഇപ്പൊ എന്റെ ഓഫീസ് ആക്രമിച്ച പശ്ചാത്തലത്തിൽ മാത്രമാണ് ഇത് പറയേണ്ടി വന്നത്. അത് ഞാൻ പറയില്ല. നമുക്കൊക്കെ സ്വകാര്യമായിട്ടുള്ള എന്തൊക്കെ വേദനകളുണ്ടോ പലർക്കും, ആ വേദനകളെല്ലാം വിളിച്ചു പറയാനുള്ളതല്ല. അതിൽ വളരെ കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. പക്ഷെ ഓഫീസ് ആക്രമിച്ചു എന്ന് പറയുമ്പോൾ അതൊരു ഘട്ടം കടന്ന രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഓപ്പറേഷനാണ്. അപ്പോ പറയേണ്ടി വരികയാണ്. ഇത് CPM-ഉം DYFI-യും ആണ് ഈ പത്രസമ്മേളനത്തിന് മുഴുവൻ ഉത്തരവാദിത്വം. അവരാണിത് പറയിപ്പിച്ചതും വഷളാക്കുന്നതും. അതിൽ രാഷ്ട്രീയ നേട്ടമാണ് അവർക്ക്. ഞങ്ങൾക്കിത് രാഷ്ട്രീയമല്ല, ഞങ്ങൾക്കൊരു കുടുംബത്തിന്റെ പ്രശ്നമാണ്. NM വിജയന്റെ ആത്മഹത്യയെ തുടർന്നുള്ള വിവാദങ്ങൾ അറിയാം. ഇപ്പോൾ പത്മജ മരുമകളുടെ ആത്മഹത്യാ ശ്രമം, ഇപ്പോൾ DYFI-യുടെ പ്രതിഷേധം, ഇതിന് പിന്നാലെയാണ് കുടുംബത്തെ ആവും വിധമെല്ലാം സഹായിച്ചിട്ടുണ്ട് എന്ന പ്രതികരണവുമായി ടി സിദ്ദിഖ് എം.എൽ.എ വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.